ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഹോം കിച്ചൺ ഡയറീസ്. എൻ്റെ പിമ്പിൾസ് മാറാനായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്ത കുറച്ച് പ്രൊഡക്റ്റ് അത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചത്, എൻ്റെ പിമ്പിൾസ് മാറാനായിട്ട് എന്തൊക്കെ ഞാൻ ചെയ്തു, എന്തൊക്കെ അവോയ്ഡ് ചെയ്തു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ എന്തൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടി, എന്തൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്നൊക്കെയാണ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ഗൈസ്, എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? ഞാൻ പറയാം. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 14-13 വയസ്സ് തൊട്ടാണ് എനിക്ക് പിമ്പിൾസ് വരാൻ തുടങ്ങിയത്. അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല, പിമ്പിൾസ് അല്ലേ, അപ്പം ശ്രദ്ധിച്ചിട്ടില്ല അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇത് മാറണമെന്നോ ആ പ്രായത്തിൽ അങ്ങനെ ഒന്നും ഒരു ശ്രദ്ധയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇതിപ്പോൾ ശ്രദ്ധിച്ച് അത് +2 ആയപ്പോഴത്തേക്കും ആ ശ്രദ്ധിക്കാതെയൊക്കെ വന്ന് എൻ്റെ മുഖം ഭയങ്കര ഗുരുവായിരുന്നു. ഭയങ്കര ഗുരു. കാണുന്നവരെല്ലാവരും ഓരോന്ന് റെക്കമെൻഡ് ചെയ്യുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ആണ് എനിക്ക് തോന്നിയത് അത്ര വികൃതമാണ് എൻ്റെ മുഖമെന്ന്. കുറേ നാച്ചുറൽ റെമഡി, പേരയില അരച്ച് തേച്ചു, ഒന്നും റിസൾട്ട് ഉണ്ടായിട്ടില്ല. പേരയില, മഞ്ഞൾ അതൊക്കെ അരച്ച് തേച്ചു. അപ്പം ചിലതൊക്കെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഇതൊന്നും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല, അതായത് ഫേസ് പാക്ക് ഇടുന്നില്ല, അങ്ങനെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അതിനുശേഷം ഒരു 2024 ഒക്കെ ആയപ്പോഴാണ് ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നിയത്. പിന്നെ ഞാനാണെങ്കിൽ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. അതായത് നാച്ചുറൽ റെമഡി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കി. ചിലതൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും മാറുന്നുണ്ട്, രക്തചന്ദനം. പിന്നെ ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി. ആദ്യം ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡോക്ടർ ആലീസിൻ്റെ ഇത് വിറ്റാമിൻ സിയുടെ ആണ്. പിമ്പിൾസ് മാറുമെന്ന് പറഞ്ഞ് യൂസ് ചെയ്ത് ഇത് ഒരു ബോട്ടിൽ ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തു. പക്ഷേ ആദ്യം ഒരു ബോട്ടിൽ വാങ്ങിച്ചത് എനിക്ക് റിസൾട്ട് കിട്ടി. പിന്നെ 2 ബോട്ടിൽ കോംബോ ബേസിൽ വാങ്ങിച്ചു. പക്ഷേ അതെനിക്ക് റിസൾട്ട് കിട്ടിയില്ല. പിന്നെ അത് റിസൾട്ട് കിട്ടില്ല എന്നല്ല, അത് ഭയങ്കര അലർജിക്കായി. ആ 2 ബോട്ടിൽ വാങ്ങിച്ചതിൻ്റെ ഇത് ഭയങ്കര അലർജിക്കായി. പിന്നെ ഞാൻ ഡോക്ടർ ആലീസിൻ്റെ പ്രൊഡക്റ്റ് നിർത്തി. പിന്നെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയ പ്രൊഡക്റ്റാണ് പോൺസ് ഡ്രൈ ബ്യൂട്ടി എന്ന് പറഞ്ഞു. അതായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇത് ഒരു ബോട്ടിലും കൂടി വാങ്ങിച്ച് യൂസ് ചെയ്തു. പക്ഷേ എനിക്ക് റിസൾട്ട് ഉണ്ടായിട്ടില്ല. പിമ്പിൾസ് മാറുന്നില്ല. ബ്രൈറ്റ് ആവുന്നുണ്ടെന്ന് വെച്ചാൽ ഇല്ല, ബ്രൈറ്റ് ആയിട്ടില്ല. പിന്നെ ഞാനത് ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ലല്ലോ. എന്നാലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇതൊന്നും കൂടി ഉപയോഗിച്ചു. കുറേ പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, പിമ്പിൾസ് മാറിയിട്ടുണ്ട്, ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇത് യൂസ് ചെയ്തു. പക്ഷേ ഇതിലും വലിയ റിസൾട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. ഓരോ സ്കിന്നിനും ഇപ്പം ഞാൻ കാണിച്ചെന്നും പറഞ്ഞു, ഇപ്പം ചിലർക്ക് ഈ ഡോക്ടർ ആലീസിൻ്റെ സിറം ചിലപ്പോൾ ആപ്റ്റ് ആവുമായിരിക്കും. എൻ്റെത് സെൻസിറ്റീവ് സ്കിൻ ആണെന്ന് ഇതൊക്കെ യൂസ് ചെയ്തപ്പോൾ മനസ്സിലായി സെൻസിറ്റീവ് ആണ്. ഇപ്പം എന്നെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു. അപ്പോഴാണ് അവർ അതായത് അതിന് മുമ്പായിട്ട് എനിക്ക് സോപ്പിൽ നിന്ന് അലർജി എന്ന് പറഞ്ഞ് ഞാൻ സോപ്പ് യൂസ് ചെയ്ത് നിർത്തി. അന്നേരം എനിക്ക് ശകലം കുറഞ്ഞു. അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഒന്നും യൂസ് ചെയ്യേണ്ട, ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാണ്ട് മാറുമായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാതിരുന്നപ്പോഴത്തേക്കും കുറച്ച് ഒരു മുഖമൊക്കെ പിമ്പിൾസ് ഒക്കെ പോയി. പിന്നെയും അത് വരുക, അതായത് പിമ്പിൾസ് ഫുള്ളായി. പിന്നെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്കും ആ ഡോക്ടർ എനിക്ക് ഒരു മോയ്സ്ചറൈസർ അത് റെക്കമെൻഡ് ചെയ്തു. ഇത് പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിനും എല്ലാം യൂസ് ചെയ്തതിന് ശേഷവും എനിക്ക് ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. ഒരു മാറ്റമില്ല. കണ്ടിന്യൂസ് ഞാൻ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും തോറും എൻ്റെ സ്കിന്ന് ഭയങ്കര ഡള്ളായിട്ട് ഭയങ്കരമായിട്ട് ട്രൈ ആവും. പിന്നെ ഞാൻ ഹോസ്പിറ്റലൊന്നും പോയില്ല. വീട്ടിൽ എല്ലാവരും നിർബന്ധിച്ചതിന് ശേഷമാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കൺസൾട്ട് ചെയ്തത്. പിന്നെ ഞാൻ അധികം പ്രൊഡക്ട്സോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതായത് സെറ്റാഫിലിൻ്റെ ക്ലെൻസർ യൂസ് ചെയ്യും, അല്ലാണ്ട് മോയ്സ്ചറൈസർ ആയിട്ടോ നൈറ്റ് ക്രീം ആയിട്ടോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എന്തായാലും ഞാനാണെങ്കിൽ കൂടുതലും ഈ ബഡ്ജറ്റ് കുറഞ്ഞ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. പൈസ കുറഞ്ഞ, അതിപ്പം പോൺസിൻ്റെ ആണെങ്കിലും അതായത് ഈ ഡോക്ടർ ആലീസിൻ്റെ ആണെങ്കിലും പ്രൊഡക്റ്റിനെല്ലാം റേറ്റ് കുറവാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് ഞാൻ പൊതുവെ പൈസ മുടക്കി. അതായത് ഡ്രസ്സ് ആണെങ്കിലും ലിപ്സ്റ്റിക് ആണെങ്കിലും ഒന്നും ഞാൻ ഒരു 200 രൂപ, ഒരു 300 രൂപ ഒക്കെ കൂടി. അങ്ങനെ ഒരു 2025 ഏപ്രിൽ 1 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കവെയാണ് ക്യൂർ സ്കിന്നിൻ്റെ ആപ്പ് എനിക്ക് ഇത് റെക്കമെൻഡേഷൻ വന്നത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. റിവ്യൂ നോക്കിയപ്പോൾ നല്ല റിവ്യൂ ഉണ്ട്, 1-2 മോശം റിവ്യൂ ഒക്കെ ഉണ്ട്. എല്ലാവർക്കും പിടിക്കണമെന്നൊക്കെ ഇല്ലല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്തു. അങ്ങനെ ഞാൻ അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടാണ്. അതായത് നമുക്ക് സ്കാനർ പോലെ ഉണ്ട്, നമ്മുടെ മുഖം അതിനകത്ത് സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും നമുക്ക് എന്തൊക്കെയാണ് കുഴപ്പമെന്നുള്ളത് അതിനകത്ത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് അത് മാർക്ക് ചെയ്ത് കാണിക്കും. പോഴ്സ് ഉണ്ട്, ഓപ്പൺ പോഴ്സ് ഉണ്ട്, സെൻസിറ്റീവ് ആണ്, ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ആയിട്ടുണ്ട്, പിന്നെ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും കേട്ടോ. അങ്ങനെ എനിക്കാണെങ്കിൽ ഒരു കിറ്റായിട്ട് 1000 സംതിങ് ആയിരുന്നു. വിളിച്ച് കൺസൾട്ട് ചെയ്യും. അതായത് അവരുടെ ലാംഗ്വേജ് എന്ന 2 ഓപ്ഷനുള്ളൂ, ഒന്ന് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ്. ഈ 2 ഓപ്ഷനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലാണ്ട് ചാറ്റ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്കിപ്പം എന്തെങ്കിലും അവർ അയച്ചു തന്ന പ്രൊഡക്റ്റ് നമുക്ക് എന്തെങ്കിലും അലർജിക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർക്ക് മെസ്സേജ് അയക്കാം. എന്നിട്ട് ചിലപ്പോൾ മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ റെസ്പോൺസ് ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വിളിച്ചാൽ അവർ അറ്റൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി. അപ്പോൾ അവർ കൺസൾട്ട് ചെയ്ത് നമുക്ക് എന്തൊക്കെയാണ് കുഴപ്പം അങ്ങനെയുള്ളതൊക്കെ അത് ഓരോ ദിവസവും നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അതായത് ഓരോ ദിവസം നമ്മൾ സ്കാൻ ചെയ്യണം നമ്മുടെ ഫേസ്, നമുക്ക് എന്തൊക്കെ മാറ്റമുണ്ട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം. ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ ആഴ്ച അല്ലെങ്കിൽ ഓരോ മാസം ഡോക്ടർ വിളിച്ച് കൺസൾട്ട് ചെയ്യും. അല്ലാണ്ട് ചാറ്റ് പോലെയൊക്കെ ഉണ്ട്. അന്നേരം ഞാനതിൽ സ്കാൻ ചെയ്ത് അപ്പോഴത്തേക്ക് അവർ എൻ്റെ മാർക്സ് എന്തൊക്കെയാണ് കുഴപ്പമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ പ്രോഡക്റ്റ് എൻ്റെ ഒരു കിറ്റായിട്ടാണ് അവർ അയച്ചു തന്നത്. 1000 സംതിങ്, ഞാൻ ഓർക്കുന്നില്ല കറക്റ്റ് എത്ര, 1000 സംതിങ് ആയിരുന്നു. ഇതിൻ്റെ അകത്ത് ഞാൻ എന്തൊക്കെയാണെന്ന് കാര്യം. ഈ 4 പ്രൊഡക്റ്റാണ്. ഇത് നൈറ്റ് ക്രീമാണ്. നൈറ്റ് എനിക്ക് ആപ്റ്റ് ആയില്ല, എനിക്ക് അലർജിക് പ്രോബ്ലംസ് വന്നു. അപ്പം ഇത് അവർ ഒരാഴ്ച 1 വീക്ക് യൂസ് ചെയ്തതിന് ശേഷം അവർ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തേക്കാം, ഞാൻ
കംപ്ലയിൻറ്റ് ഇങ്ങനെ രജിസ്റ്റർ ചെയ്തു. അവർ ഡെയിലി ഇങ്ങനെ സ്കാനിങ് ഉണ്ടല്ലോ, അപ്പം നമുക്ക് ടൈപ്പ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും അലർജിക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർക്ക് അവരോട് പറയാം. അപ്പോൾ ഇത് അവർ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇത് സൂപ്പർ ഫേസ് വാഷാണ് ക്യൂർ സ്കിന്നിൻ്റെ. അതായത് ഞാൻ യൂസ് ചെയ്തിട്ട് ഉള്ള റിസൾട്ടാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് ഞാനിവിടെ റിവ്യൂ കണ്ടു അങ്ങനെ ഒന്നും പറയുന്നൊന്നുമല്ല. പക്ഷേ ഇത് ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ഈ കുറേ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉള്ളൂ, അതിൽ ഞാൻ കുറേ പേരുടെ റിസൾട്ട് റിവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ ആരും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആരും റിവ്യൂ പറയുന്നത് കേട്ടിട്ടില്ല. ക്യൂർ സ്കിന്ന് സൂപ്പറാണ് കേട്ടോ ഫേസ് വാഷ്. പിന്നെ ഇത് ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഈ ഫേസ് വാഷ് വെച്ച് ഡെയിലി യൂസ് ചെയ്യത്തില്ല. ഈ സെറ്റാഫിൻ്റെ ഇത് ഓയിലി ഫീൽ ചെയ്യും നമുക്ക് വാഷ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോഴത്തേക്കും ഞാൻ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതിന് ശേഷം ഈ ക്ലെൻസർ യൂസ് ചെയ്യും. ഡെയിലി ഇല്ല, 2 ദിവസം കൂടുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ അതിന് ശേഷം ഈ മോയ്സ്ചറൈസറാണ് ഞാൻ ക്യൂർ സ്കിന്നിൻ്റെ തന്നെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ സൺസ്ക്രീൻ അത് ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഡേ ആണെങ്കിലും സൺസ്ക്രീൻ അങ്ങനെ യൂസ് ചെയ്യത്തില്ല. പുറത്ത് പോകുകയാണെങ്കിൽ മാത്രം ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യത്തുള്ളൂ. എല്ലാവരും പറയുന്നത് പുറത്ത് പോയില്ലെങ്കിലും വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ പോലും പുറത്തിറങ്ങുന്നില്ലെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്ന്. പക്ഷേ ഞാൻ അങ്ങനെ യൂസ് ചെയ്യത്തില്ല, പെട്ടെന്ന് തീർന്നു പോയാലോ എന്ന് വിചാരിച്ചല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ ഒരിക്കലും പറയത്തില്ല ഈ ക്യൂർ സ്കിന്നിൻ്റെ പ്രൊഡക്റ്റ് ഒക്കെ കൊണ്ടാണ് എൻ്റെ ഫേസ് മാറിയത് എന്നൊന്നും. ഞാൻ ഇതിനെ മാത്രം ഞാൻ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഇടയ്ക്ക് രാവിലെ ആണെങ്കിലും മസാജ് ചെയ്യും, വാഷ് ചെയ്തിട്ട് ഫേസ് മസാജ് ചെയ്യും. അതിനുശേഷമാണെങ്കിലും ഈ ഫേസ് വാഷോ ക്ലെൻസറൊക്കെ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് എന്താണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. അതൊക്കെ ചെയ്യും. പിന്നെ അത് നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം. നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ നമ്മൾ ഭയങ്കര ലേസി ആയിട്ട് മാറി കിടക്കുക, പിന്നെ രാത്രി മേക്കപ്പ് ഇട്ടുകൊണ്ട് കിടക്കുക, പിന്നെ എവിടെയെങ്കിലും ഫംഗ്ഷനോ പോയിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ മുഖമൊക്കെ കഴിയാതെ കിടക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ പിമ്പിൾസ് വരും, വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്നും രാത്രിയിൽ കിടക്കുന്നതിന് എവിടെയും പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്കും ഫേസ് വാഷ് ചെയ്യണം. അതുപോലെ പൊല്യൂഷൻ അല്ലെങ്കിലും ഒരു ഫേസ് വാഷ് ചെയ്തിട്ട് ഒരു മോയ്സ്ചറൈസറോ ലൈറ്റ് ക്രീമോ യൂസ് ചെയ്യുന്നവർക്ക് നൈറ്റ് ക്രീമോ വൈറ്റമിൻസിൻ്റെ സിറം യൂസ് ചെയ്യുന്നവർക്ക് അതോ ഒക്കെ ഇടാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് നിങ്ങൾ നല്ലപോലെ ബോഡി നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കണം. നമ്മൾ നല്ല ഒരു 8 ഗ്ലാസ് വെള്ളമെങ്കിലും ഡെയിലി കുടിക്കുക. പിന്നെ ടെൻഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിമ്പിൾസ് വരും. അത് നമ്മൾ ശ്രദ്ധിക്കുക. ടെൻഷനൊക്കെ കാര്യം വരുമ്പോൾ നമ്മൾ ഈ സ്കിൻ കെയർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ശ്രദ്ധിക്കത്തില്ല. അതുപോലെ തന്നെ വീക്ക്ലി ഒരു ഫേസ് മാസ്കോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യണം, നാച്ചുറൽ ആയിട്ടുള്ളത്. അതായത് രക്തചന്ദനമോ പിന്നെ മിൽട്ടാനി മിൽട്ടിയുടെ പാക്കോ അങ്ങനെ തൈരും മിൽട്ടാനി മിൽട്ടിയൊക്കെ അതൊക്കെ നല്ല. പിന്നെ നമ്മളെപ്പോഴും ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിനുശേഷം മോയ്സ്ചറൈസർ ഇടണം. ഡ്രൈ സ്കിന്നുകാർ പ്രത്യേകിച്ചും, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നും ഈ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം നല്ല ഡ്രൈ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ എന്താണെങ്കിലും എന്ത് ഫേസ് മാസ്കോ പാക്കോ എന്താണ് ഇടുന്നതെന്ന് വെച്ചാലും നമ്മൾ വാഷ് ചെയ്തിട്ട് നമ്മുടെ ഏതാണോ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ അത് അപ്ലൈ ചെയ്യണം. ഇനി ഞാൻ ചെയ്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് അടിക്കണം. നിങ്ങൾ ഇതിപ്പം ഈ പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ക്യൂർ സ്കിന്നിൻ്റെ ഒന്ന് നിങ്ങൾ നോക്ക് ഇഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞാൽ അവർ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷോ ഹിന്ദിയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് നമുക്ക് കുഴപ്പമില്ല. നമ്മൾ പറയുന്നവർക്ക് മനസ്സിലാവും, പെട്ടെന്ന് ഇംഗ്ലീഷൊക്കെ പറഞ്ഞാൽ മതി, അവർക്ക് മനസ്സിലാവും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. 1K ആക്കി തരണം.